മാങ്ങാണ്ടിയെ പൊക്കാൻ വേണ്ടി കേരള പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ കിടക്കപ്പായ പറയാതിരിക്കാൻ വയ്യ. സമ്മതിച്ചു കൊടുത്തേ മതിയാകുള്ളൂ. കാര്യം രാത്രി മാത്രം അറസ്റ്റ് ചെയ്താൽ മതി എന്ന് അന്വേഷണ സംഘം അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം SIT തീരുമാനമെടുത്തു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ പകൽ സമയത്തെല്ലാം പെയ്ഡ് ഫാൻസുകാരെയും കൊണ്ടാണല്ലോ നടക്കുന്നത്. ചുറ്റാകെ കുറച്ച് പേർക്ക് ദിവസപ്പടി കൊടുത്ത് അദ്ദേഹം ഫാൻസുകാരുടെ ഇടയിലൂടെയാണ് നടക്കുന്നത്. ആ ഫാൻസുകാരിലൂടെ പെട്ടെന്ന് ആളെ കൂട്ടാനായിട്ട് മാങ്ങാണ്ടി PR ടീമിനെ വേറെ പണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകൽ സമയത്താണെങ്കിൽ ഇവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ പരാതി തിരുവല്ല സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയുടെ ആ പെൺകുട്ടി പരാതി കൊടുക്കാനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ നേരത്തെ മറ്റു 2 പരാതികളും ഒപ്പം തന്നെ ഇവനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും കേട്ടപ്പോഴാണ് തനിക്ക് മാത്രമല്ല ഈ അനുഭവം ഉണ്ടായിരിക്കുന്നത്, പലരും ഇതേ രീതിയിലാണ് ചതിക്കപ്പെട്ടിരിക്കുന്നത്, ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ 2 പേർക്ക് നീതി നിഷേധമുണ്ടായി. ആ കുട്ടികളുടെ സങ്കടവും അവരെ സോഷ്യൽ മീഡിയയിൽ ഇവരെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോൾ നിശബ്ദമായി ഇരിക്കാൻ പാടില്ല. ഇനി ഇതുപോലൊരു മാങ്ങാണ്ടിയെ സ്വതന്ത്രമായിട്ട് കേരളത്തിൽ വിഹരിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് താൻ നേരിട്ട അതിക്രമത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. 3ാമത്തെ പരാതിയാണ്. പൂങ്കുഴലിക്കാണ് ആ കേസിന്റെ അന്വേഷണ ചുമതല മുഖ്യമന്ത്രി കൈമാറിയത്. പഴുതടച്ച് അവനെ തൂക്കിയിരിക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഇര പരാതി കൊടുത്തപ്പോൾ പാലക്കാട് നിന്ന നിപ്പിൽ ഇവൻ മുങ്ങിയപ്പോൾ അന്ന് മുതൽ പോലീസിന്റെ റഡാറിലാണ്. ഇവൻ എവിടെ തിരിഞ്ഞാലും അവിടെ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് നേരെ പാലക്കാടേക്ക് എത്തുന്നത്. പാലക്കാടൊക്കെ എത്തിയ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫ്ലാറ്റ് ഉടമ തന്നെ ഇറക്കി വിട്ടതിന് ശേഷം വേറൊരു ഫ്ലാറ്റിലേക്ക് മാറി എന്ന് പറയുന്നു. കാര്യം ഫ്ലാറ്റ് അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആണല്ലോ ഇവന്റെ വിഹാര കേന്ദ്രങ്ങൾ. പാലക്കാടത്തെ ഹോട്ടലിൽ വന്ന് മുറിയെടുത്തത്. ഹോട്ടലാകുമ്പോൾ 4 സ്റ്റാർ ആണ്. KPM റീജൻസി എന്ന് പറയുന്ന ഹോട്ടലാകുമ്പോൾ എന്തുണ്ട്, നമ്മുടെ ഇടപാടുകളെല്ലാം നടത്തുന്ന ഇടമാണ്, സേഫ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ റൂം എടുക്കുന്നു. റൂം എടുത്തതിന് ശേഷം കുറേയേറെ പേർക്ക് മോളൂസേ ഗുഡ് നൈറ്റ് എന്നുള്ള മെസ്സേജൊക്കെ അയച്ച് കുറേയിടത്തൊക്കെ ചൂണ്ടയിട്ട് നോക്കി. അതിനുശേഷം ഉറങ്ങാൻ കിടന്നപ്പോഴാണ്, കാര്യം ഉറങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവൻ വേണ്ട അതിക്രമമൊക്കെ അവിടെ നിന്ന് കാണിക്കും. ഇവന്റെ കൈയിരിപ്പ് കൃത്യമായിട്ട് പോലീസ് മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷം ഡോറിൽ പോയി തട്ടി വിളിക്കുകയല്ല ചെയ്തത്. ഡോറിൽ പോയി തട്ടി വിളിച്ചാൽ ഇവൻ ചിലപ്പോൾ ജനൽ തുറന്ന് ചാടി ഓടിക്കളയും. അങ്ങനത്തെ മോനാണ് ഇവൻ. അങ്ങനെയുള്ള ഇവനെ പൂട്ടാൻ പോലീസ് ആവിഷ്കരിച്ച പദ്ധതി നേരെ റിസപ്ഷനിൽ ചെല്ലുന്നു. റിസപ്ഷനിൽ നിന്ന് ആളോട് കാര്യം പറയുന്നു. അവരിൽ സ്പെയർ ചാവി ഉണ്ടല്ലോ, ആ സ്പെയർ ചാവിയുമായിട്ട് നേരെ റൂമിൽ ചെല്ലുന്നു, തുറക്കുന്നു, ഇവനെ പൊക്കുന്നു. കിടക്കപ്പായോടുകൂടി പൊക്കിയെടുത്ത് നേരെ ജീപ്പ് കയറ്റുന്നു. ആദ്യമൊക്കെ ഉണർന്നുടനെ മറ്റേടാ ഇപ്പൊ ഞാൻ ആർന്നറിയാടാ എന്നൊക്കെ ചോദിച്ചു. ഒരെണ്ണം ചെവുക്കുറ്റിക്ക് കൊടുത്തപ്പം ശാന്തം സ്വസ്ഥം വണ്ടിക്കകത്ത് കയറിയിരുന്നു.